പ്രൈസ് ദി ലോർഡ്. ഹെൽപ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി കൂടുതൽ വീഡിയോസ് കിട്ടാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടും അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ വരുന്നത് ഓൾ വീഡിയോസ് എന്നാക്കിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. കാരണം എനിക്ക് ദിവസങ്ങളിൽ പലരും സബ്സ്ക്രൈബ് ചെയ്തവർ പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല, കുറെ നാളായി എന്ന്. നമ്മുടെ ഈ ചാനലിലുള്ളവർ നമ്മുടെ ഫേസ്ബുക്ക് പേജിലുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇടുന്ന പോസ്റ്റുകളും വീഡിയോകളും നിങ്ങൾ ദയവായി ഷെയർ ചെയ്യണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ പേജിൽ കൂടുതൽ ആളുകൾ വരത്തുള്ളൂ. അപ്പൊ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഇടുന്ന വീഡിയോകൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ അവർക്ക് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫാത്തിമ ജബ്ബാർ, അടുത്തത് ഷീബ ബിജു. അപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടുകാർക്കും ഫാത്തിമ, ഷീബ രണ്ടുപേർക്കും ചേച്ചിയുടെ വക സ്പെഷ്യൽ ഹായ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ക്യാപ്ഷൻ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും, കുറെ പേർ എന്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു വീഡിയോ ആയത്. നമ്മളെല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും മീൻകറി വീട്ടിൽ വെക്കുന്നവരാ. അപ്പോൾ മീൻകറി കേടാകാതെ ഒരു 3-4 ദിവസം വരെ നമ്മൾക്ക് എങ്ങനെ സൂക്ഷിക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സാധാരണ ഞാൻ ചെയ്തിരുന്നത് മീൻകറി വെച്ചിട്ട് ഒരു 1-1.5 ദിവസമൊക്കെ ആകുമ്പോൾ അത് പന്നലാകുമല്ലോ എന്ന് പേടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മീൻകറിയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പിന്നെ അത് ചൂടാക്കിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും കാണില്ല. എത്രയ്ക്കാണെങ്കിലും നമ്മുടെ മീൻകറി വെച്ചിട്ട് പുറത്തിരുന്ന് കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പൊ എനിക്ക് ഈ ടിപ്പ് കിട്ടിയത് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോ ജോസാന്റെ ബ്രദറിന്റെ വൈഫ്, പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വന്ന ശേഷം അത് തന്നെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അത്ഭുതം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മീൻകറി ഒട്ടും വളിച്ചു പോവുകയാട്ടെ കേടാകുകയാട്ടെ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല, നന്നായിട്ട് ഇരിക്കും. ഞാൻ ഈ പറയുന്നത് പോലെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതിപ്പോ ഈ മീൻകറി ഞാൻ വെച്ചതിപ്പോ തീരാറായി. ഇന്ന് ഇത് 4-ാം ദിവസമാണ്. സാധാരണ മീൻകറിക്ക് മല്ലിപ്പൊടി ചേർക്കാറില്ല. അത് കാരണം പെട്ടെന്ന് കേടായി പോകും, മീൻ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ടാണ് ചേർക്കണ്ട എന്ന് പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാന്ന് പറയാറുണ്ട്. അപ്പോ ഇത് ചൂരമീനാണ്. ഞാൻ അത്യാവശ്യം നല്ല കൊഴുപ്പ് കിട്ടാൻ ഇതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ പറയാൻ കാര്യം, മല്ലിപ്പൊടി ചേർത്താലും ഇങ്ങനെ ഇരിക്കുമോ ചേച്ചി എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇരിക്കും. ഞാൻ ഈ കറിക്ക് മല്ലിപ്പൊടി ചേർത്തതാ. ചേർത്തിട്ടും ഇതിപ്പോ 4-ാം ദിവസമാണ്. ഒട്ടും മണവ്യത്യാസമോ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല. നല്ല ടേസ്റ്റോടുകൂടി തന്നെ ഉണ്ട്. നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഓരോ പ്രാവശ്യം ഇപ്പോൾ നമ്മൾ കറി വെച്ച് കഴിഞ്ഞിട്ട് ഉടനെ ഈ കറി യൂസ് ചെയ്ത് ഇതിന് കഷ്ണങ്ങളൊക്കെ എടുക്കുമല്ലോ. നമ്മൾ ആഹാരം കഴിക്കാൻ നേരം കറി എടുത്ത ശേഷം ലാസ്റ്റില് എല്ലാം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഇതിനെ വീണ്ടും ഒന്ന് തിളപ്പിച്ച് അടച്ചു വെക്കുക. എപ്പോഴൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് മീൻ എടുക്കുന്നോ, ഒരു കഷ്ണം ആയിക്കോട്ടെ എങ്കിൽ പോലും അത് എടുത്തതിന് ശേഷം അത് എപ്പോഴൊക്കെ ഇതിൽ സ്പൂൺ ഇടുന്നോ അപ്പോഴൊക്കെ അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ച് വെക്കുക. ഞാനിപ്പോ ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തായിരുന്നു, എന്നിട്ട് തിളപ്പിക്കാൻ പോവാ. ഈ ബൈ ചാൻസ് ഇതിൽ നിങ്ങൾക്ക് അതിന്റെ ചാറില്ല എന്നുണ്ടെങ്കിൽ എത്രയ്ക്കാണേലും അതിന്റെ അരപ്പ് കാണുമല്ലോ ചട്ടിയില്. കാരണം ഒരു 4-5-6 പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ തിളപ്പിക്കുമ്പോൾ അതിന്റെ ചാറ് വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചാറ് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ തീർച്ചയായിട്ടും അരപ്പ് കാണും. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഞാനിവിടെ ഫ്ലാസ്കില് തിളപ്പിച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചു വെച്ചേക്കും. അപ്പോ അതിൽ നിന്നൊരു ലേശം ഇങ്ങനെ അരപ്പിന്റെ അവിടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കറക്കി വെച്ചാൽ മതി. ചൂട് വെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. ഒത്തിരി വേണ്ട, ഇത്രയും മതി. എന്നിട്ട് ഈ ചട്ടി ഒന്ന് കറക്കി കൊടുക്കാം. ഇനി ഒന്ന് തിളക്കട്ടെ. ഒത്തിരി അങ്ങോട്ട് തിളപ്പിക്കേണ്ട, ഒരു തിള മാത്രം വന്നാൽ മതി. കാരണം ഒത്തിരി തിളപ്പിച്ചാൽ ഓൾറെഡി നമ്മുടെ ചാറ് മൊത്തം കുറുകിപ്പോകും. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ 4 ദിവസമായിട്ട് ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെ 2 നേരം അത്രയും പ്രാവശ്യം ഞങ്ങൾ ഇത് തിളപ്പിച്ചതാ. എന്നാൽ അധികം ഗ്രേവി ഇല്ലാതെയാണ് മീൻകറി വെച്ചതും. ഒത്തിരി ചാറൊന്നും ഇട്ടല്ല വെച്ചത്. തിളച്ചു തുടങ്ങി. ഒന്നുകൂടെ ഒന്ന് കറക്കി കൊടുക്കാം. ഇതിപ്പോ നന്നായിട്ട് തിളച്ചു. ഞാനിപ്പോ ഇത് ഓഫ് ചെയ്തു. എന്നിട്ട് തണുപ്പൊന്നും വേണ്ട, ആ ചൂടോടെ തന്നെ അടച്ച് മാറ്റി വെച്ചേരെ. ഫ്രിഡ്ജിൽ വെക്കരുത്, പുറത്ത് തന്നെ സൂക്ഷിക്കുന്ന വിധമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തിളപ്പിച്ച് പുറത്ത് തന്നെ വെച്ചാൽ മതി. പിന്നെ ഒത്തിരി ചൂടടിക്കുന്നിടത്ത് വെക്കണ്ട, അല്പം ഗ്യാസിന്റെ സൈഡിൽ നിന്ന് അല്പം മാറ്റി വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ തേങ്ങ അരച്ച് കറി ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം തേങ്ങയുള്ള കറികൾ പെട്ടെന്ന് കേടാകും. തേങ്ങയുള്ള കറികൾ പിറ്റേന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ ഒന്നുകൂടെ ചൂടാക്കി യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്താലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തേങ്ങ പെട്ടെന്ന് കറികൾ വളിച്ചു പോകും, കറികൾ കേടായി പോകും. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ?
ഇത്രയും മാത്രം ഓർത്താൽ മതി. എപ്പം നിങ്ങൾ കറി എടുത്താലും, എപ്പം നമ്മുടെ കറിക്കകത്ത് നമ്മൾ സ്പൂൺ ഇട്ടാലും, സ്പൂൺ ഇട്ട് നമ്മൾ യൂസ് ചെയ്താലും അതിനുശേഷം ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് അടച്ചു വെക്കുക. ഇത് എത്ര ദിവസം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, നാട്ടിലായിരുന്ന ഞങ്ങളായിരുന്ന സമയത്ത് അന്നേരം എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് കൂടുതൽ കറി വെക്കും. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു 5-6 ദിവസം വരെ ഇങ്ങനെ പുറത്തു വെച്ച് യൂസ് ചെയ്തു. ഇവിടെ ഞാൻ വന്ന ശേഷം ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം, അതിൽ കൂടുതൽ അങ്ങനെ മീൻകറി ബാലൻസ് വരില്ല. അത്രയും ദിവസം ഞാൻ ഈ മെത്തേഡിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രീതി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും വളരെ ഉപകാരമായിരിക്കും. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കാരണം കമന്റ് വായിക്കുന്നവർക്കും അത് വളരെ ഉപകാരപ്പെടും. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോയുമായി ഞാൻ ഉടൻ വരാൻ. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.